നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് പോലീസ് ഗുണ്ടാ ബന്ധം വീണ്ടും ചർച്ചയാവുകയാണ്. ഡിവൈഎസ്പി റാങ്കിലുള്ള ഉന്നത ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കേണ്ടി വന്നത് ഇതിൽ ഏറ്റവും പുതിയ നടപടിയാണ്. എന്നാൽ പോലീസും ഗുണ്ടകളും തമ്മിലുള്ള ബന്ധം എല്ലാ പരിധികളും വിട്ട് രൂക്ഷമാകുന്നു എന്നതാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന ഗുണ്ടാ അക്രമ സംഭവങ്ങൾ ഇതിന് തുടർച്ചയാണ് എന്നതാണ് ഈ ആക്ഷേപം. ഈ ആരോപണങ്ങളിലെല്ലാം പ്രതിക്കൂട്ടിലാവുന്നത് സംസ്ഥാന ആഭ്യന്തര വകുപ്പും രാഷ്ട്രീയ നേതൃത്വവുമാണ് എന്നതാണ് മറ്റൊരു വസ്തുത. തമ്പനം ഫൈസലിന്റെ വീട്ടിൽ പാർട്ടിയിൽ പങ്കെടുത്ത ഡിവൈഎസ്പി ബിനുവിനെതിരെ ഇന്ന് അച്ചടക്ക നടപടി ഉണ്ടായി. ഇതിനിടയിൽ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നു എന്ന മറ്റൊരു സാഹചര്യവുമുണ്ട്. ഈ രാഷ്ട്രീയ വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടയിലാണ് പ്രതിപക്ഷവും ഒപ്പം ആഭ്യന്തര വകുപ്പും ശക്തമായ നിലപാടുകളുമായി വരുന്നത്. ആദ്യം നമുക്ക് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നൽകിയ മുന്നറിയിപ്പ് കേൾക്കാം. പോലീസ് സേനയുടെ ഭാഗമാകുന്നതിന്റെ തുടക്കം എന്ന നിലയിൽ ഒരു പ്രതിജ്ഞ ഇവിടെ എടുക്കുകയാണ്. നിങ്ങളുടെ സർവീസ് ജീവിതത്തിലുടനീളം ആ പ്രതിജ്ഞക്കനുസൃതമായി ജീവിക്കാൻ ശ്രമിക്കുക. യെസ്, അതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. നിങ്ങളുടെ സർവീസ് ജീവിതത്തിലെമ്പാടും നിങ്ങൾ എടുക്കുന്ന പ്രതിജ്ഞയ്ക്കൊപ്പം ജീവിക്കുക എന്നൊരു മുന്നറിയിപ്പാണ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത്. മുഖ്യമന്ത്രി പാസിംഗ് ഔട്ട് പരേഡിൽ നടത്തിയ ഒരു പ്രസ്താവനയാണെങ്കിൽ കൂടിയും പുതിയ പശ്ചാത്തലത്തിൽ അതിന് പ്രസക്തിയേറെയാണ്. അതേസമയം സംസ്ഥാനത്തെ ഗുണ്ടാ പോലീസ് ബന്ധം രൂക്ഷമാകുന്നതിന് കാരണം രാഷ്ട്രീയ നേതൃത്വമാണ് എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം. പ്രത്യേകിച്ച് CPM നേതൃത്വത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആഭ്യന്തര വകുപ്പിന്റെ പരാജയം ചൂണ്ടിപ്പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നത്. ഞങ്ങളും അസംബ്ലിയിൽ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, പൊളിറ്റിക്കൽ പേട്രണേജ്. രാഷ്ട്രീയ രക്ഷാകർതൃത്വം കേരളത്തിലെ ക്രിമിനലുകൾക്കും ഗുണ്ടകൾക്കും ലഹരി മാഫിയക്കാർക്കും കൊടുക്കുന്നത് CPM ആണ്. മുഖ്യമന്ത്രി നോക്കി നിൽക്കുകയാണ്. DYSPയെ അറിയപ്പെടുന്ന എന്റെ ജില്ലയിലെ ഗുണ്ടയാണ്, ഒരു ക്രിമിനലാണ്. അയാൾ നടത്തിയ ഡിന്നറിൽ DYSPയും പോലീസുകാരും വന്ന് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ കേരള പോലീസ് തുണിയിട്ട് നടന്നാൽ പോരെ തലയിൽ. ഇതിനേക്കാൾ വലിയ നാണക്കേട് കേരള പോലീസിനുണ്ടോ? യെസ്, അതാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. സംസ്ഥാനത്തിന്റെ സാഹചര്യം നമുക്ക് പരിശോധിക്കാം. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവും. ഒപ്പം ആഭ്യന്തര വകുപ്പിന്റെ തുടർ നീക്കങ്ങൾ തീരുന്നില്ല. കൂടുതൽ പോലീസുകാർക്കിടയിൽ ഇത് സംബന്ധിച്ച് ഗുണ്ടകളുമായുള്ള ബന്ധം വിശദമായി പരിശോധിക്കാം. BV അരുണുണ്ട്, ഒപ്പം നവമി ദിനേശ്, ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഈ നടപടിയിൽ ഉണ്ടാകുന്നത്. 3 ഉദ്യോഗസ്ഥർക്കെതിരെ DGP നടപടിയെടുത്തതിന് പിന്നാലെയാണ് ഈ തരത്തിൽ ഇപ്പോൾ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരുന്നത്. ആഭ്യന്തര വകുപ്പ് ഈ സാഹചര്യങ്ങളെ എങ്ങനെയാണ് കാണുന്നത് അരുൺ? പ്രത്യേകിച്ച് പ്രതിപക്ഷമൊക്കെ വലിയ രീതിയിൽ രാഷ്ട്രീയപരമായി സർക്കാരിനെതിരെ രംഗത്ത് വരുന്നു. 10-ാം തീയതി നിയമസഭ ചേരാനിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഗുണ്ടാ പോലീസ് ബന്ധം എന്ന ആക്ഷേപം ഉയരുമ്പോൾ ആഭ്യന്തര വകുപ്പ് ഇതിനെ എങ്ങനെ നേരിടും? വളരെ ഗൗരവത്തോടെ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കാണുന്നതെന്ന് പറയേണ്ടി വരും. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഈ ഗുണ്ടാ പോലീസ് ബന്ധം ഇതാദ്യമല്ല. സംസ്ഥാനത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടകളുമായുള്ള അവിശുദ്ധ ബന്ധം, അവിശുദ്ധ കച്ചവടങ്ങളൊക്കെ നേരത്തെയും പലതവണ ചർച്ചയായതാണ്. പല തെളിവുകളും പുറത്തു വന്നതാണ്. പോലീസ് ആസ്ഥാനത്ത് 2 പട്ടികകൾ, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് 2 ഇങ്ങനെ ഗുണ്ടകളുമായി ബന്ധമുള്ള പോലീസുകാരുടെ 2 പട്ടികകളാണുള്ളത്. ഒന്നിൽ 55 പേരും മറ്റൊരു 90-ലധികം പേരുമുള്ള 2 പട്ടികകൾ പോലീസ് ആസ്ഥാനത്തുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ നടപടി സ്വീകരിച്ചു തുടങ്ങിയ നേരത്തെ ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കിയതുമാണ്. 10-ലധികം പേരെ നേരത്തെ ഏതാണ്ട് 1 വർഷം മുമ്പ് സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. അത് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് അത്തരത്തിൽ ഈ ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നത്. അങ്ങനെ ഉണ്ടായിട്ടും ഇപ്പോഴും ആ ഗുണ്ടാബന്ധത്തിന് ഒരു കുറവുമില്ല എന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, തിരുവനന്തപുരം നഗരത്തിൽ ഷാഡോ പോലീസ് വളരെ അഭിമാനാർഹമായ നിരവധി നേട്ടങ്ങൾ തിരുവനന്തപുരത്ത് കൊച്ചിയിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പോലീസ് സേനയിലെ ഒരു വിഭാഗമാണ് ഷാഡോ പോലീസ്. പല കുറ്റകൃത്യങ്ങളും കണ്ടുപിടിക്കാൻ പ്രതികളെ സാഹസികമായി തന്നെ പിടികൂടാനൊക്കെ ഷാഡോ പോലീസ് നടത്തുന്ന സേവനവും അവരുടെ ആ കർത്തവ്യ ബോധമൊന്നും മറക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ ഷാഡോ പോലീസിനെ ഒരു ഘട്ടത്തിൽ തലസ്ഥാനത്തെ ഷാഡോ പോലീസിനെ പിരിച്ചുവിട്ട സംഭവമുണ്ട്. ഷാഡോ പോലീസ് എന്ന വിഭാഗത്തിൽ തന്നെ തലസ്ഥാനത്ത് നിന്ന് പൂർണ്ണമായും പിരിച്ചുവിട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. അതും മറ്റൊന്നും കൊണ്ടല്ല, ഗുണ്ടാബന്ധത്തിന്റെ പേരിലാണ്. ഗുണ്ടകളുമായൊക്കെ ഏറ്റവും അടുത്തിടപഴകുന്നത് ഇവരാണ്. കാരണം അവരുമായി ബന്ധം സ്ഥാപിച്ചുകൂടിയാണ് പലപ്പോഴും ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ പോലീസിനെ അവർ സഹായിക്കുന്നത്. പക്ഷേ ആ ഒരു ലേസൺ പിന്നീട് തെറ്റായ ബന്ധമായി, അവിഹിത ബന്ധമായി എന്ന് തന്നെ പറയേണ്ടി
ഒരു അവിശുദ്ധ ബന്ധമായി തന്നെ മാറി എന്ന അവസ്ഥ തലസ്ഥാനത്തും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഗുണ്ടാ പോലീസ് ഈ അവിശുദ്ധ കൂട്ടുകെട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പോലീസ് സേനയെ മാനം കെടുത്തുന്നതാണ്, കളങ്കപ്പെടുത്തുന്നതാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ വിഷയത്തെ ചൂണ്ടിക്കാട്ടാം, ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടാം. ഒരു ഡിവൈഎസ്പി ഇത്തരത്തിൽ കുപ്രസിദ്ധ ഗുണ്ടയുടെ വീട്ടിലെത്തി അയാളുടെ സത്കാരം, അതും വിരമിക്കുന്നതിന് തൊട്ടു മുമ്പ് ഗുണ്ടകൾ യാത്രയയപ്പ് നൽകിയെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ പങ്കെടുത്തത് അതീവ ഗൗരവത്തോടെ ആഭ്യന്തര വകുപ്പ് കാണുന്നു. ഏറ്റവും അധികം നാണക്കേട് ആഭ്യന്തര വകുപ്പിൽ ഉണ്ടാക്കിയ സംഭവമാണ്. ഇന്ന് പോലീസിന്റെ ഉന്നതതല യോഗം ചേരേണ്ടത്, പക്ഷേ എന്തോ കാരണത്തിൽ അത് മാറ്റിവെച്ചു. ഇല്ലെങ്കിൽ സ്വാഭാവികമായി ഈ വിഷയം കൂടി അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയായിരുന്നു. ഏതായാലും വലിയ നാണക്കേടായി ഇത് മാറുമ്പോഴും കൂടുതൽ ഉദ്യോഗസ്ഥർ ഇപ്പോഴും കൃത്യമായ ലിസ്റ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെറുതെ ആരെങ്കിലും ആരോപിക്കുന്നോ ഏതെങ്കിലും മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതോ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ആരോപണമോ മാത്രമല്ല, വളരെ കൃത്യമായ തെളിവുകൾ, ഫോൺ കോളുകളും ഡിജിറ്റൽ രേഖകളും അടക്കമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആസ്ഥാനം ഇത്തരം ഒരു 2 പട്ടികകൾ തയ്യാറാക്കിയത്. അതിൽ 10ഓളം പേരെ മാത്രമേ പിരിച്ചുവിട്ടുള്ളൂ. അതിൽ തന്നെ ചിലരെയൊക്കെ തെറ്റായ രീതിയിൽ പിരിച്ചുവിട്ടു എന്ന ആക്ഷേപം ഉയർന്നു വന്നതാണ്. യഥാർത്ഥത്തിൽ ഇനിയും ബന്ധമുള്ള ആളുകൾ, ഈ സാബുവൊക്കെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന ആളാണോ എന്ന കാര്യത്തിൽ നിന്നും വ്യക്തതയില്ല. ഏതായാലും ആഭ്യന്തര വകുപ്പിന് വ്യക്തത വരുത്തേണ്ടതാണ്. ഇനിയും നിരവധി ഉദ്യോഗസ്ഥർ, അത് ഒരുപക്ഷെ ഈ ഡിവൈഎസ്പി റാങ്കിൽ താഴെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ മാത്രമാകില്ല, മുകളിലോട്ട് IPS ഉദ്യോഗസ്ഥരടക്കം ഇത്തരത്തിൽ ഗുണ്ടകളുമായൊക്കെ സജീവ ബന്ധം പുലർത്തുന്ന ഉദ്യോഗസ്ഥരുണ്ട്. നമുക്ക് നേരിട്ടറിയാവുന്ന സംഭവങ്ങളുമുണ്ട്. തലസ്ഥാനത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു സമരം നടക്കുമ്പോൾ അതിൽ ഗുണ്ടകളെ ഉപയോഗിച്ച് പ്രദേശവാസികളെ വിരട്ടി പ്രശ്നം അടിച്ചമർത്താൻ ശ്രമിച്ച ഒരു മുൻ IPS ഉദ്യോഗസ്ഥ തലസ്ഥാനത്ത് തന്നെയുണ്ട്. അത്തരത്തിൽ ഗുണ്ടകളുമായുള്ള പോലീസിന്റെ ബന്ധം വർഷങ്ങളായുള്ള സംഭവമാണ്, കഥ മാത്രമല്ല സംഭവമാണ്. ഇപ്പോഴും അത് ആവർത്തിക്കുന്നു. ഇതുപോലെ വാർത്തകൾ വരുമ്പോൾ, ചില തെളിവുകൾ വരുമ്പോൾ മാത്രം എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ ചില നടപടികളെടുത്ത് പോലീസ് അത് ഒതുക്കി തീർക്കുന്നു. ഗുണ്ടകളുമായുള്ള ഏറ്റവും അവിശുദ്ധ ബന്ധം ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ്. രാഷ്ട്രീയ ബന്ധമൊക്കെ പറയുമെങ്കിലും ഈ രാഷ്ട്രീയ ബന്ധത്തിന് അപ്പുറത്തേക്ക് കൂടുതൽ ശക്തമായ ബന്ധം ഉദ്യോഗസ്ഥർക്ക് തന്നെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സൈദ്, അതാണ് സാഹചര്യം. എന്തായാലും ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ നടപടിയെടുക്കുകയാണ്. പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഇത് ഒരു ആഭ്യന്തര വകുപ്പിന്റെ പരാജയം എന്ന രീതിയിൽ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് ആക്ഷേപം വളർന്നു വരും.